പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നമ്മൾ ട്രിഗ്നോമെട്രി എന്നുള്ള ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 2 വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്തിരുന്നു. ആ 2 വീഡിയോസും കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വീഡിയോ പോസ് ചെയ്ത് നോട്ട്സ് എല്ലാം എഴുതി കാണുമെന്ന് കരുതട്ടെ, അത് പഠിച്ച് കാണുമെന്ന് കരുതട്ടെ. ഇനി നമുക്ക് 3ാമത്തെ വീഡിയോയിലേക്ക് പോകാം. അതൊരു പ്രോബ്ലമാണ്. ഇൻ ട്രയാങ്കിൾ ഒ പി ക്യൂ, റൈറ്റ് ആംഗിൾഡ് അറ്റ് പി, ഒ പി സമ 7 സെൻറ്റിമീറ്റർ, ഒ ക്യൂ മൈനസ് പി ക്യൂ ഈസ് ഇക്വൽ ടു 1 സെൻറ്റിമീറ്റർ. ഡിറ്റർമിൻ ദ വാല്യൂസ് ഓഫ് സൈൻ ക്യൂ ആൻഡ് കോസ് ക്യൂ. കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത പോലെ തന്നെ ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് ഹോംവർക്കായിട്ട് മാർക്ക് ചെയ്യാം. 11ാമത്തെ ചോദ്യം, സ്റ്റേറ്റ് വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ ഓർ ഫോൾസ്, ജസ്റ്റിഫൈ യുവർ ആൻസർ. ഇതാണ് 11ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് പറയണം, അതിൻ്റെ കാരണവും പറയണം. ട്രൂ ആണെങ്കിൽ അതിൻ്റെ കാരണം, ഫോൾസ് ആണെങ്കിൽ അതിൻ്റെ കാരണം പറയണം. സൈൻ തീറ്റ ഈസിക്കൽ 4/3 ഫോർ സം ആംഗിൾ തീറ്റ. 2. സി കെ ഈസിക്കൽ 12/5 ഫോർ സം ആംഗിൾ എ. ടാൻ എ ഈസ് ഓൾവേസ് ലെസ് ദാൻ 1. ടാൻ എ ഈസ് ഓൾവേസ് ലെസ് ദാൻ 1. നമുക്ക് ആൻസറിലേക്ക് പോകാം. ഒന്നാമത്തേൻ്റെ ആൻസർ നമുക്കറിയാം. ഒന്നാമത്തത്, വി നോ ദാറ്റ് -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഫോർ എവരി തീറ്റ. നമ്മൾ പഠിച്ചതാണ്. സൈൻ തീറ്റയുടെ വാല്യൂ ഒന്നെങ്കിൽ -1 ആണ്, അല്ലെങ്കിൽ +1 ആണ്, അല്ലെങ്കിൽ -1നും +1നും ഇടയ്ക്കാണ്. അതുകൊണ്ട് സൈൻ തീറ്റ 4/3 എന്ന് പറയും. 4/3 1നേക്കാൾ വലിയ സംഖ്യയാണ്. സൈൻ തീറ്റ ഈസിക്കൽ 4/3 എന്ന് പറയുന്നത് ഫോൾസ് ആണ്. ഒരു കാരണവശാലും സൈൻ തീറ്റയുടെ വാല്യൂ 4/3 ആവില്ല. സൈൻ തീറ്റയുടെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അതിൻ്റെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് -1 ആണ്. അപ്പോൾ സൈൻ തീറ്റയുടെ വാല്യൂ 4/3 എന്നുള്ളത് ഫോൾസ് ആണ്. രണ്ടാമത്തേലേക്ക് പോകാം. സീക്ക് തീറ്റയുടെ വാല്യൂ നമുക്കറിയാം. സീക്ക് തീറ്റയുടെ വാല്യൂ ഒന്നെങ്കിൽ -1 അല്ലെങ്കിൽ -1ന് താഴെയായിരിക്കും, അല്ലെങ്കിൽ സീക്ക് തീറ്റയുടെ വാല്യൂ +1 അല്ലെങ്കിൽ +1ന് മുകളിലായിരിക്കും. ഒരിക്കലും സീക്ക് തീറ്റയുടെ വാല്യൂ -1നും +1നും ഇടയ്ക്ക് വരില്ല. ഇവിടെ സി കെ എന്ന് പറയുന്നത് 12/15 ആണ്. 12/15 ഫോർ സം ആംഗിൾ എ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. സി കെ എന്ന് പറയുന്നത് 12/15 ഫോർ സം ആംഗിൾ എ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. കാരണം 12/15 അത് 1നേക്കാൾ വലിയ സംഖ്യയാണ്. സി കെയുടെ വാല്യൂ ഒന്നെങ്കിൽ 1നേക്കാൾ വലുതായിരിക്കും, അല്ലെങ്കിൽ -1നേക്കാൾ ചെറുതായിരിക്കും. അതുകൊണ്ട് ഇവിടെ സി കെ എന്ന് പറയുന്നത് 12/5 ആണ്. അതുകൊണ്ട് സി കെ ഈസിക്കൽ 12/5 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. മൂന്നാമത്തത്, നമുക്കറിയാം ടാൻ തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് -∞ ലെസ് ദാൻ ടാൻ തീറ്റ ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ്. ടാൻ തീറ്റ ഏത് റിയൽ വാല്യൂ എടുക്കും. അതുകൊണ്ട് ടാൻ എ ഈസ് ഓൾവേസ് ലെസ് ദാൻ 1 എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ്. ടാൻ എ ഈസ് ഓൾവേസ് ലെസ് ദാൻ 1 എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ്. ഇനി നമുക്ക് അടുത്ത ഏരിയയിലേക്ക് പോകാം. അടുത്തൊരു റിസൾട്ടാണ് ഇമ്പോർട്ടൻറ്റ് പെർട്ടിക്കുലർ കേസസ്. നമ്മുടെ സ്ഥിരം പ്രോബ്ലം ചെയ്യാൻ നേരത്തെ ഈ പെർട്ടിക്കുലർ കേസസ് നമുക്ക് ആവശ്യമായിട്ട് വരും. നിങ്ങളിതിങ്ങനെ ഈ ടേബിൾ ഓർത്ത് കാണാതെ പഠിക്കേണ്ടതാണ്. ഇങ്ങനെ ഓർത്തിരിക്കുക. സൈൻ 0 ഡിഗ്രിയുടെ വാല്യൂ 0, സൈൻ 30 ഡിഗ്രിയുടെ വാല്യൂ 1/2, സൈൻ 45 ഡിഗ്രിയുടെ വാല്യൂ 1/√2, സൈൻ 60 ഡിഗ്രിയുടെ വാല്യൂ √3/2, സൈൻ 90 ഡിഗ്രിയുടെ വാല്യൂ 1. ഇത് കാണാതെ പഠിക്കേണ്ടതാണ്. അതുപോലെ കോസ് 0 ഡിഗ്രിയുടെ വാല്യൂ 1, കോസ് 30 ഡിഗ്രിയുടെ വാല്യൂ √3/2, കോസ് 45 ഡിഗ്രിയുടെ വാല്യൂ 1/√2, കോസ് 60 ഡിഗ്രിയുടെ വാല്യൂ 1/2 ആൻഡ് കോസ് 90 ഡിഗ്രിയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. അതുപോലെ ടാൻ 0 ഡിഗ്രിയുടെ വാല്യൂ 0 ആണ്. ടാൻ 30 ഡിഗ്രിയുടെ വാല്യൂ എന്ന് പറയുന്നത് 1/√3. ടാൻ 45 ഡിഗ്രിയുടെ വാല്യൂ 1 ആണ്. ടാൻ 60 ഡിഗ്രിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ √3 ആണ്. ടാൻ 90 ഡിഗ്രിയുടെ വാല്യൂ ഡിഫൈൻഡ് അല്ല, ഇറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ്. ടാൻ 90 ഡിഗ്രിയുടെ വാല്യൂ നോട്ട് ഡിഫൈൻഡ് ആണ്, ഓർത്തിരിക്കുക. അതുപോലെ കൊസീക്ക് 0 ഡിഗ്രിയുടെ വാല്യൂ നോട്ട് ഡിഫൈൻഡ് ആണ്. കൊസീക്ക് 30 ഡിഗ്രിയുടെ വാല്യൂ 2 ആണ്. കൊസീക്ക് 45 ഡിഗ്രിയുടെ വാല്യൂ √2 ആണ്. കൊസീക്ക് 60 ഡിഗ്രിയുടെ വാല്യൂ 2/√3 ആണ്. അതുപോലെ കൊസീക്ക് 90 ഡിഗ്രിയുടെ വാല്യൂ 1 ആണ്. കൊസീക്ക് 90 ഡിഗ്രിയുടെ വാല്യൂ 1 ആണ്. അതുപോലെ സീക്ക് 0 ഡിഗ്രിയുടെ വാല്യൂ 1 ആണ്. സീക്ക് 30 ഡിഗ്രിയുടെ വാല്യൂ 2/√3 ആണ്. സീക്ക് 45 ഡിഗ്രിയുടെ വാല്യൂ 2 ആണ്, √2 ആണ്. സീക്ക് 60 ഡിഗ്രിയുടെ വാല്യൂ 2 ആണ്. സീക്ക് 90 ഡിഗ്രിയുടെ വാല്യൂ നോട്ട് ഡിഫൈൻഡ് ആണ്. സീക്ക് 90 ഡിഗ്രിയുടെ വാല്യൂ നോട്ട് ഡിഫൈൻഡ് ആണ്. അതുപോലെ കോട്ട് 0 ഡിഗ്രിയുടെ വാല്യൂ നോട്ട് ഡിഫൈൻഡ് ആണ്. കോട്ട് 30 ഡിഗ്രി എന്ന് പറയുന്നത് √3 ആണ്. കോട്ട് 45 ഡിഗ്രി എന്ന് പറയുന്നത് 1 ആണ്. കോട്ട് 1/√3 എന്ന് പറയുന്നത് കോട്ട് 60 ഡിഗ്രി എന്ന് പറയുന്നത് 1/√3 ആണ്. കോട്ട് 90 ഡിഗ്രി എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഈ ഇമ്പോർട്ടൻറ്റ് പെർട്ടിക്കുലർ കേസസ് നിങ്ങൾ ഓർത്തിരിക്കണം. അറ്റ്ലീസ്റ്റ് സൈൻ്റെ, കോസിൻ്റെ, ടാൻ്റെ എങ്കിലും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം.
സൈൻ കോസ് ടാൻ്റെ ബൈ ഹാർട്ട് ചെയ്യണം. പിന്നെ ബാക്കിയുള്ള അതിൽ നമുക്ക് ഡിഡക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കാണാതെ പഠിക്കുമ്പോൾ സൈനും കോസും ടാനും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക, ബാക്കി നമുക്ക് അതിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ. അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് പർട്ടിക്കുലർ കേസസ് നിങ്ങൾ ഓർത്തിരിക്കണം. ഇവിടെ സൈൻ കോസ് ടാൻ, സൈൻ്റെയും കോസിൻ്റെയും ടാൻ്റെയും കേസുകൾ നിങ്ങൾ പ്രധാനമായിട്ട് ഓർത്തിരിക്കുക. ബാക്കി മൂന്നെണ്ണം അതിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാവുന്ന കാര്യമുള്ളൂ നമുക്ക്. അപ്പോൾ സൈൻ 0 ഡിഗ്രി ഇങ്ങനെ ഓർത്ത് വെച്ചോണം. സൈൻ 0 ഡിഗ്രിയുടെ വാല്യൂ 0, സൈൻ 30 ഡിഗ്രിയുടെ വാല്യൂ 1/2, സൈൻ 45 ഡിഗ്രിയുടെ വാല്യൂ 1/√2, സൈൻ 60 ഡിഗ്രിയുടെ വാല്യൂ √3/2, സൈൻ 90 ഡിഗ്രിയുടെ വാല്യൂ 1. അതുപോലെ കൊസൈൻ്റെ കേസും ഇങ്ങനെ ഓർത്തിരിക്കുക. കോസ് 0 ഡിഗ്രിയുടെ വാല്യൂ 1, കോസ് 30 ഡിഗ്രിയുടെ വാല്യൂ √3/2, കോസ് 45 ഡിഗ്രിയുടെ വാല്യൂ 1/√2, കോസ് 60 ഡിഗ്രിയുടെ വാല്യൂ 1/2, കോസ് 90 ഡിഗ്രിയുടെ വാല്യൂ 0. അതുപോലെ ടാൻ 0 ഡിഗ്രിയുടെ വാല്യൂ 0, ടാൻ 30 ഡിഗ്രിയുടെ വാല്യൂ 1/√3, ടാൻ 45 ഡിഗ്രിയുടെ വാല്യൂ 1, ടാൻ 60 ഡിഗ്രിയുടെ വാല്യൂ √3, ടാൻ 90 ഡിഗ്രി വാല്യൂ ഡിഫൈൻഡ് അല്ല. സൈൻ്റെയും കോസിൻ്റെയും ടാൻ്റെയും മനസ്സിൽ ഫിക്സ് ചെയ്യുക. ബാക്കി അതിൽ നമുക്ക് ഡിഡക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. വേറെ ഫോർമുല നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. അത് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഇമ്പോർട്ടൻറ്റ് പർട്ടിക്കുലർ കേസസ് സൈൻ കോസ് ടാൻ്റെ കാര്യം ഓർത്തിരിക്കുക. ബാക്കി നിങ്ങൾ കാണാതെ പഠിക്കണമെന്ന് നിർബന്ധമില്ല. അത് നമുക്ക് വേറെ ചില ഫോർമുല ഉപയോഗിച്ച് നമുക്കത് ഡിഡക്റ്റ് ചെയ്യാതെടുക്കാവുന്നതേ ഉള്ളൂ. അത് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അടുത്ത ചോദ്യം, ഇൻ ട്രയാങ്കിൾ ABC, right angled at B, AB സമം 5 cm, angle ACB is equal to 30 degree. Determine the lengths BC and AC. Determine the lengths BC and AC. ഈ പ്രോബ്ലം ശ്രദ്ധിക്കുക. In triangle ABC, right angled at B, AB is equal to 5 cm, angle ACB സമം 30 degree. Determine BC and AC. നമ്മളൊരു ഫിഗർ വരയ്ക്കുന്നു. ട്രയാങ്കിൾ ABC വരയ്ക്കുന്നു. AB എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നു. അതുപോലെ ആംഗിൾ ACB എന്ന് പറയുന്നത് 30 ഡിഗ്രി. ഈ ആംഗിളിലെ മെഷർ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് BC കണ്ടുപിടിക്കണം, AC കണ്ടുപിടിക്കണം. ഈ രണ്ട് സൈഡുകളുടെ നീളം കണ്ടുപിടിക്കണം. അപ്പോൾ തന്നിരിക്കുന്ന ഡേറ്റ എഴുതും നമ്മൾ. AB is equal to 5 cm. ലെറ്റ് AB is equal to 5 cm. ആംഗിൾ ACB is equal to 30 ഡിഗ്രി. ഓക്കെ. ഇനി ടാൻ 30 ഡിഗ്രി എന്ന് പറയുന്നത് ടാൻ 30 ഡിഗ്രി എന്ന് പറയുന്നത് AB ബൈ ഓപ്പോസിറ്റ് സൈഡിൻ്റെ നീളം ബൈ അഡ്ജസൻറ്റ് സൈഡിൻ്റെ നീളമാണ്. അപ്പോൾ AB ബൈ BC ആണ്. ടാൻ 30 ഡിഗ്രി എന്ന് പറയുന്നത് 30യുടെ ഓപ്പോസിറ്റ് സൈഡിൻ്റെ നീളം AB ബൈ അഡ്ജസൻറ്റ് സൈഡിൻ്റെ നീളം BC ആണ്. അപ്പോൾ ടാൻ 30 എന്ന് പറയുന്നത് AB ബൈ BC ആണ്. ഇനി ടാൻ 30യുടെ വാല്യൂ നമുക്കറിയാം 1/√3 ആണ്. അപ്പോൾ 1/√3 സമം AB എന്ന് പറഞ്ഞാൽ 5 ആണ്. 5 ബൈ BC എന്ന് വരും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ BC എന്ന് പറയുന്നത് 5 ഇൻറ്റു √3 എന്ന് വരും. 5√3 സെൻറ്റിമീറ്റർ എന്ന് വരും. BC കിട്ടി നമുക്ക്. അതുപോലെ ഈ റൈറ്റ് ട്രയാങ്കിളിൽ നിന്ന് സൈൻ 30 ഡിഗ്രി എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡിൻ്റെ നീളം ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസിൻ്റെ നീളമാണ്. അപ്പോൾ AB ബൈ AC ആണ്. ദാറ്റ് ഈസ് സൈൻ 30 ഡിഗ്രി എന്ന് പറയുന്നത് AB ബൈ റൈറ്റ് ട്രയാങ്കിളിൽ നിന്ന് സൈൻ 30 ഡിഗ്രി എന്ന് പറയുന്നത് AB ബൈ AC ആണ്. സൈൻ 30യുടെ വാല്യൂ 1/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. AB എന്ന് പറയുന്നത് 5 ആണ്. AC നമുക്കറിയില്ല. അപ്പോൾ ഹാഫ് ഈസ് ഈക്വൽ ടു 5 ബൈ AC എന്ന് വരും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ AC എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. AC ഈസ് ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇതാണ്. ഇൻ എ ട്രയാങ്കിൾ PQR, റൈറ്റ് ആംഗിൾഡ് അറ്റ് Q, PQ സമം 3 സെൻറ്റിമീറ്റർ, PR സമം 6 സെൻറ്റിമീറ്റർ. ഡിറ്റർമിൻ ആംഗിൾ QPR ആൻഡ് ആംഗിൾ PRQ. ഒരു PQR എന്ന് പറയുന്നത് ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളാണ്. റൈറ്റ് ആംഗിൾഡ് അറ്റ് Q ആണ്. PQ തന്നിട്ടുണ്ട് 3 സെൻറ്റിമീറ്റർ ആണ്. PR തന്നിട്ടുണ്ട് 6 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ QPR കണ്ടുപിടിക്കണം, ആംഗിൾ PRQവും കണ്ടുപിടിക്കണം. ഓക്കെ. നമ്മളൊരു ഫിഗർ വരയ്ക്കുന്നു. റൈറ്റ് ട്രയാങ്കിൾ PQR വരയ്ക്കുന്നു. PQR എന്ന് പറഞ്ഞാൽ റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കുന്നു. PQ എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നു. PR എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നു. റൈറ്റ് ട്രയാങ്കിളിലെ രണ്ട് സൈഡിൻ്റെ നീളം അറിയാവുന്നതുകൊണ്ട് നമുക്ക് മൂന്നാമത്തെ സൈഡിൻ്റെ നീളം കാണാൻ വേണ്ടി പൈത്തഗോറസ് തിയറം നമ്മൾ അപ്ലൈ ചെയ്യുന്നു. PR സ്ക്വയർ എന്ന് പറയുന്നത് സമം PQ സ്ക്വയർ പ്ലസ് QR സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു PR എന്ന് പറയുമ്പോൾ 6 ആണ്. അപ്പോൾ PR സ്ക്വയർ എന്ന് പറയുമ്പോൾ 36 വരും. 36 പ്ലസ് PQ എന്ന് പറയുമ്പോൾ 9 ആണ്.
പി ക്യൂ എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ പി ക്യൂ സ്ക്വയർ എന്ന് പറയുമ്പോൾ 9 വരും. 9 പ്ലസ് ക്യൂ ആർ സ്ക്വയർ എന്ന് വരും. അപ്പോൾ ക്യൂ ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ 36 മൈനസ് 9 ദാറ്റ് ഈസ് ഈക്വൽ ടു 27 എന്ന് വരും. അപ്പോൾ ക്യൂ ആർ എന്ന് പറയുമ്പോൾ √27 ദാറ്റ് ഈസ് ഈക്വൽ ടു 3√3 എന്ന് വരും. അപ്പോൾ 3 സൈഡുകളുടെ നീളം നമുക്ക് കിട്ടി. ഇനി നമുക്ക് ആംഗിൾ ക്യൂ പി ആർ കണ്ടുപിടിക്കണം. ഈ ആംഗിളിലെ മെഷർ പി ആണെന്നിരിക്കട്ടെ. ഈ ആംഗിളിലെ മെഷർ ആംഗിൾ പി ആർ ക്യൂ എന്ന് പറയുന്നത് ആറാണെന്നിരിക്കട്ടെ. ഈ വെർട്ടെക്സിലെ ആംഗിളിലെ മെഷർ ആണെന്നിരിക്കട്ടെ. നമുക്ക് പിയും ആറും കണ്ടുപിടിക്കണം. ഈ 2 ആംഗിൾസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി കോസ് പി എന്ന് പറയുമ്പോൾ അഡ്ജസൻറ്റ് സൈഡിൻ്റെ നീളം ബൈ ഹൈപ്പോട്ടന്യൂസിൻ്റെ നീളമാണ്. അപ്പോൾ കോസ് പി എന്ന് പറയുന്നത് 3/6 ആണ്. 3/6 കോസ് പി എന്ന് പറയുന്നത് 3/6 ആണ്. 3/6 ദാറ്റ് ഈസ് കോസ് പി എന്ന് പറയുന്നത് 1/2 എന്ന് വരും. കോസ് പി 1/2 ആയതുകൊണ്ട് പി എന്ന് പറയുന്നത് 60 ഡിഗ്രി ആയിരിക്കും. ഓക്കെ. ഇനി സൈൻ ആർ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡിൻ്റെ നീളം ബൈ ഹൈപ്പോട്ടന്യൂസിൻ്റെ നീളമാണ്. അപ്പോൾ 3/6 എന്ന് വരും. സൈൻ ആർ ഈസിക്കൽ 3/6 ദാറ്റ് ഈസിക്കൽ 1/2. അപ്പോൾ സൈൻ ആർ ഈസിക്കൽ 1/2 ആയതുകൊണ്ട് ആർ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആയിരിക്കും. ആർ ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി ആയിരിക്കും. അടുത്ത ചോദ്യം, ഇവാലുവേറ്റ് സൈൻ 60 ഡിഗ്രി ഇൻറ്റു കോസ് 30 പ്ലസ് സൈൻ 30 ഡിഗ്രി ഇൻറ്റു കോസ് 60 ഡിഗ്രി. ഇവാലുവേറ്റ് sin 60 degree into cos 30 degree plus sin 30 degree into cos 60 degree. And answer, sin 60 degree into cos 30 degree plus sin 30 degree into cos 60 degree equals sin 60 degree എന്ന് പറയുന്നത് √3/2 ആണ്. ഇൻറ്റു കോസ് 30 എന്ന് പറയുന്നത് √3/2 ആണ്. പ്ലസ് സൈൻ 30 എന്ന് പറയുന്നത് 1/2 ആണ്. കോസ് 60 എന്ന് പറയുന്നത് 1/2 ആണ്. √3/2 ഇൻറ്റു √3/2 എന്ന് പറയുമ്പോൾ 3/4 ആണ്. 3/4 പ്ലസ് 1/4 എന്ന് വരും. 3/4 പ്ലസ് 1/4 എന്ന് പറയുമ്പോൾ 4/4 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് വരും. അടുത്ത ചോദ്യം, ഇവാലുവേറ്റ് 2 tan സ്ക്വയർ 45 ഡിഗ്രി പ്ലസ് കോസ് സ്ക്വയർ 30 ഡിഗ്രി മൈനസ് സൈൻ സ്ക്വയർ 60 ഡിഗ്രി. 2 tan സ്ക്വയർ 45 ഡിഗ്രി പ്ലസ് കോസ് സ്ക്വയർ 30 ഡിഗ്രി മൈനസ് സൈൻ സ്ക്വയർ 60 ഡിഗ്രി. ഇതിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ആൻസർ, 2 tan സ്ക്വയർ 45 ഡിഗ്രി പ്ലസ് കോസ് സ്ക്വയർ 30 ഡിഗ്രി മൈനസ് സൈൻ സ്ക്വയർ 60 ഡിഗ്രി ഈക്വൽസ് 2 ഇൻറ്റു tan 45 1 ആണ്. അപ്പോൾ 1ൻ്റെ സ്ക്വയർ വരും. tan സ്ക്വയർ 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ tan 45 ഡിഗ്രിയുടെ സ്ക്വയർ എന്നാണ്. അപ്പോൾ tan 45 ഡിഗ്രി 1 ആണ്. അപ്പോൾ 1 സ്ക്വയർ എന്ന് വരും. പ്ലസ് tan സ്ക്വയർ 30 ഡിഗ്രി എന്ന് പറയുന്ന കോസ് സ്ക്വയർ 30 ഡിഗ്രി എന്ന് പറയുന്നത് കോസ് 30 ഡിഗ്രിയുടെ സ്ക്വയർ ആണ്. കോസ് 30 എന്ന് പറയുന്നത് √3/2 ആണ്. അതിൻ്റെ സ്ക്വയർ വരും. മൈനസ് സൈൻ 60 ഡിഗ്രിയുടെ സൈൻ സ്ക്വയർ 60 ഡിഗ്രിയുടെ സൈൻ സ്ക്വയർ 60 ഡിഗ്രി എന്ന് പറയുമ്പോൾ സൈൻ 60 ഡിഗ്രിയുടെ സ്ക്വയർ ആണ്. സൈൻ 60 ഡിഗ്രി എന്ന് പറയുമ്പോൾ √3/2 ആണ്. √3/2ൻ്റെ സ്ക്വയർ വരും. ഈ 2 ടേംസ് ക്യാൻസൽ ചെയ്തു സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 2 എന്ന് കിട്ടും. അടുത്ത ചോദ്യം, ഇഫ് tan a പ്ലസ് ബി ഈസിക്കൽ √3 ആൻഡ് tan a മൈനസ് ബി ഈസിക്കൽ 1/√3. ഇഫ് tan a പ്ലസ് ബി ഈസിക്കൽ √3 ആൻഡ് tan a മൈനസ് ബി ഈസിക്കൽ 1/√3. 0 less than a plus b less than 90 and a greater than 0. A greater than b. Find a and b. ചോദ്യം കംപ്ലീറ്റ് അല്ലായിരുന്നു. ഫൈൻഡ് ക്യാപിറ്റൽ എ ആൻഡ് ക്യാപിറ്റൽ ബി. ശ്രദ്ധിക്കുക, tan a പ്ലസ് ബിയുടെ വാല്യൂ √3 ആണ്. tan a മൈനസ് ബിയുടെ വാല്യൂ 1/√3 ആണ്. അതുകൂടാതെ എ പ്ലസ് ബി എന്ന് പറയുന്നത് 0ക്ക് 90ക്ക് ഇടയ്ക്കാണ്. എ ഗ്രേറ്റർ ദാൻ ബി ആണെന്ന് പറയുന്നു. നമുക്ക് എയും ബിയും സെപ്പറേറ്റ് ആയിട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. ശരി, എൻ്റെ ആൻസറിലേക്ക് പോകാം. ലെറ്റ് tan a പ്ലസ് ബി ഈസിക്കൽ √3 ആൻഡ് tan a മൈനസ് ബി ഈസിക്കൽ 1/√3. tan a പ്ലസ് ബി എന്ന് പറയുന്നത് √3 ആണ്. tan a മൈനസ് ബി എന്ന് പറയുന്നത് 1/√3 ആണെന്നിരിക്കട്ടെ. tan a പ്ലസ് ബി √3 ആയതുകൊണ്ട് a പ്ലസ് ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആയിരിക്കും. ക്വാളിറ്റാസ് ഇക്വേഷൻ നമ്പർ 1. tan a മൈനസ് ബി എന്ന് പറയുന്നത് 1/√3 ആയതുകൊണ്ട് a മൈനസ് ബി എന്ന് പറയുന്നത് 30 ഡിഗ്രി ആയിരിക്കും. നമുക്കറിയാം tan 30 ഡിഗ്രിയാണ് 1/√3 എന്ന് പറയുന്നത്. അപ്പോൾ tan a മൈനസ് ബി എന്ന് പറയുന്നത് 1/√3 ആയതുകൊണ്ട് a മൈനസ് ബി എന്ന് പറയുന്നത് 30 ഡിഗ്രി ആയിരിക്കും. ക്വാളിറ്റാസ് ഇക്വേഷൻ നമ്പർ 2. 1 + 2 gives, ഈ 2 ഇക്വേഷൻസ് ആഡ് ചെയ്യുമ്പോൾ LHS ആഡ് ചെയ്യുമ്പോൾ 2 എന്ന് കിട്ടും. 2a ഈസിക്കൽ 90 എന്ന് വരും. അപ്പോൾ a എന്ന് പറയുന്നത് 45 എന്ന് വരും. എയുടെ വാല്യൂ നമ്മൾ ഒന്നാമത്തെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ 40 + b ഈസിക്കൽ 60 എന്ന് വരും. അപ്പോൾ b ഈസിക്കൽ 60 - 45 ദാറ്റ് ഈസിക്കൽ ടു 15 ഡിഗ്രി എന്ന് വരും. അപ്പോൾ എയും ബിയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിച്ചു. അടുത്ത ഈ റിസൾട്ടാണ്, ശ്രദ്ധിക്കുക. സൈൻ 90 മൈനസ് തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റയോട് ഈക്വൽ ആണ്. സൈൻ 90 മൈനസ് തീറ്റ ഡിഗ്രി എന്ന് പറയുന്നത് കോസ് തീറ്റ ഡിഗ്രിയോട് ഈക്വൽ ആയിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു കൂട്ടം റിസൾട്ടുകളാണ്. ഇത് കാണാതെ പഠിക്കേണ്ടതാണ്. സൈൻ 90 മൈനസ് തീറ്റ ഡിഗ്രി എന്ന് പറയുന്നത് കോസ് തീറ്റ ഡിഗ്രിയാണ്. കോസ് 90 മൈനസ് തീറ്റ ഡിഗ്രി എന്ന് പറയുന്നത് സൈൻ തീറ്റ ഡിഗ്രിയാണ്. അതുപോലെ ടാൻ 90 മൈനസ് തീറ്റ ഡിഗ്രി എന്ന് പറയുന്നത് കോട്ട് തീറ്റ ഡിഗ്രിയാണ്. അതുപോലെ കോട്ട് 90 മൈനസ് തീറ്റ ഡിഗ്രി എന്ന് പറയുന്നത് ടാൻ തീറ്റ ഡിഗ്രിയാണ്. അതുപോലെ സീക്ക് 90 മൈനസ് തീറ്റ ഡിഗ്രി എന്ന് പറയുന്നത് സീക്ക് തീറ്റ ഡിഗ്രിയാണ്. അതുപോലെ സീക്ക്
സീക്ക് 90 മൈനസ് തീറ്റ ഡിഗ്രി എന്ന് പറയുന്നത് കൊസിക് തീറ്റ ഡിഗ്രിയാണ്. അതുപോലെ കൊസിക് 90 മൈനസ് തീറ്റ ഡിഗ്രി എന്ന് പറയുന്നത് സീക്ക് തീറ്റ ഡിഗ്രിയാണ്. ഈ 6 റിസൾട്ടുകളും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യേണ്ടതാണ്. tan 90 മൈനസ് തീറ്റ കോസ് തീറ്റയോട് ഈക്വലാണ്, കോസ് 90 മൈനസ് തീറ്റ സൈൻ തീറ്റയോട് ഈക്വലാണ്, tan 90 മൈനസ് തീറ്റ കോട്ട് തീറ്റയോട് ഈക്വലാണ്, കോട്ട് 90 മൈനസ് തീറ്റ ടാൻ തീറ്റയോട് ഈക്വലാണ്, സീക്ക് 90 മൈനസ് തീറ്റ എന്ന് പറയുന്നത് കൊസീക്ക് തീറ്റയോട് ഈക്വലാണ്, കൊസീക്ക് 90 മൈനസ് തീറ്റ എന്ന് പറയുന്നത് സീക്ക് തീറ്റയോട് ഈക്വലാണ്. ഈ റിസൾട്ട് നിങ്ങൾ കാണാതെ പഠിക്കേണ്ടതാണ്. ഇത് ബൈ ഹാർട്ട് ചെയ്യണം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇവാലുവേറ്റ് tan 65 ഡിഗ്രി ബൈ കോട്ട് 25 ഡിഗ്രി. tan 65 ഡിഗ്രി ബൈ കോട്ട് 25 ഡിഗ്രി. tan 65 ഡിഗ്രി ബൈ കോട്ട് 25 ഡിഗ്രി ഈക്വൽസ്, ഈ ടാൻ തീറ്റ എന്ന് പറയുന്നത് കോട്ട് 90 മൈനസ് തീറ്റയോട് ഈക്വലാണ്. അതുകൊണ്ട് tan 65 എന്ന് പറയുന്നത് കോട്ട് 90 മൈനസ് 65നോട് ഈക്വൽ ആയിരിക്കും. ടാൻ തീറ്റ എന്ന് പറയുന്നത് കോട്ട് 90 മൈനസ് തീറ്റയോട് ഈക്വലാണ്. അപ്പോൾ tan 65 എന്ന് പറയുന്നത് കോട്ട് 90 മൈനസ് 65നോട് ഈക്വലാണ്. അപ്പോൾ tan 65ന് പകരം കോട്ട് 90 മൈനസ് 65 എന്ന് കൊടുത്തു, ഡിവൈഡഡ് ബൈ കോട്ട് 25. 90 മൈനസ് 65 എന്ന് പറയുന്നത് 25 ആണ്. അപ്പോൾ കോട്ട് 25 ഡിഗ്രി ബൈ കോട്ട് 25 ഡിഗ്രി ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം മനസ്സിലാക്കുക. വീഡിയോ പോസ് ചെയ്ത് നോട്ട്സ് എഴുതിയെടുക്കുക, ഹോംവർക്ക് ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം വേണം അടുത്ത വീഡിയോ കാണാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ഇനിയുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. താങ്ക് യു.